സമ്പൽ സമൃദ്ധിയിൽ മനസ്സ് കേന്ദ്രീകരിക്കുക. ഡോക്ടർ ജോ വിറ്റാലെ. ഒരുപാട് ആളുകൾ ചിന്തിക്കുന്നത് ഇങ്ങനെയായിരിക്കും: എങ്ങനെയാണ് എൻ്റെ ജീവിതത്തിലേക്ക് ധാരാളം പണം ആകർഷിക്കാൻ കഴിയുക? എങ്ങനെയാണ് ധാരാളം നോട്ടുകൾ എൻ്റെ കയ്യിൽ വന്നു ചേരുക? എങ്ങനെയാണ് എനിക്ക് കൂടുതൽ സമ്പത്തും ഐശ്വര്യവും വന്നു ചേരുക? ഇപ്പോഴുള്ള ജോലിയിൽ തുടർന്നുകൊണ്ട് എങ്ങനെയാണ് എൻ്റെ ക്രെഡിറ്റ് കാർഡ് ബാധ്യതകൾ തീർക്കുക? എൻ്റെ ജോലിയിൽ നിന്നാണ് എൻ്റെ വരുമാനം കിട്ടുന്നത്. അതിനൊരു പരിധിയുണ്ട്. എങ്ങനെയാണ് കൂടുതൽ സമ്പാദിക്കാൻ എനിക്ക് കഴിയുക? ഇതിനുത്തരം അത് ആവശ്യപ്പെടുക എന്നതാണ്. ഈ രഹസ്യം പുസ്തകത്തിൽ തുടക്കം മുതൽ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തിലേക്ക് തന്നെയാണ് നമ്മൾ വന്നെത്തുന്നത്. പ്രപഞ്ചം എന്ന കാറ്റലോഗിൽ നിന്ന് നിങ്ങൾക്ക് ആവശ്യമായത് എന്തെന്ന് പ്രഖ്യാപിക്കുക മാത്രമാണ് നിങ്ങളുടെ ചുമതല. പണമാണ് വേണ്ടതെങ്കിൽ എത്ര പണം വേണം എന്ന് പറയുക. 30 ദിവസത്തിനുള്ളിൽ എനിക്ക് $25,000 അപ്രതീക്ഷിത വരുമാനം കിട്ടണം എന്നാവാം, മറ്റെന്തെങ്കിലും ആവാം. അത് നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുന്നതാവണം. നിങ്ങളുടെ ജോലി മാത്രമാണ് നിങ്ങൾക്ക് പണം ലഭിക്കാനുള്ള ഏക മാർഗം എന്ന് ഇത്രയും കാലം നിങ്ങൾ വിചാരിച്ചിരുന്നുവെങ്കിൽ ഇപ്പോൾ തന്നെ ആ വിചാരം ഉപേക്ഷിക്കുക. അങ്ങനെ ചിന്തിച്ചു കൊണ്ടിരുന്നാൽ അത് തന്നെയാവും നിങ്ങളുടെ അനുഭവം. അത്തരം ചിന്തകൾ നിങ്ങൾക്ക് യാതൊരു ഗുണവും ചെയ്യില്ല. ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കി തുടങ്ങിയില്ലേ, സമൃദ്ധമായ സമ്പത്ത് നിങ്ങൾക്കായുണ്ട്. അത് എങ്ങനെ നിങ്ങളുടെ പക്കൽ എത്തിച്ചേരുമെന്ന് നിങ്ങൾ ആലോചിക്കേണ്ടതില്ല. നിങ്ങൾ ചെയ്യേണ്ടത് ആവശ്യപ്പെടുക, അത് നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുക, സന്തോഷത്തോടെ ഇരിക്കുക എന്നത് മാത്രമാണ്. അത് എങ്ങനെ നടപ്പിലാക്കാം എന്നുള്ളതിൻ്റെ വിശദാംശങ്ങൾ പ്രപഞ്ചത്തിന് വിട്ടുകൊടുക്കുക. ബോബ് പ്രോക്ടർ. കടബാധ്യതയിൽ നിന്ന് രക്ഷപ്പെടുക എന്നതാണ് മിക്ക ആളുകളുടെയും ലക്ഷ്യം. അത് നിങ്ങളെ എന്നെന്നും കടബാധ്യതയിൽ നിർത്തുകയേ ഉള്ളൂ. നിങ്ങൾ എന്തിനെക്കുറിച്ചാണോ ചിന്തിക്കുന്നത് അതിനെയാണ് നിങ്ങൾ ആകർഷിക്കുക. കടബാധ്യതയിൽ നിന്ന് പുറത്തു കടക്കാനാണല്ലോ ഞാൻ ആലോചിക്കുന്നത് എന്ന് നിങ്ങൾ പറയും. പുറത്തു കടക്കാനോ അകത്ത് കയറാനോ എന്നത് വിഷയമല്ല, കടം എന്നതിനെക്കുറിച്ചാണ് നിങ്ങൾ ചിന്തിക്കുന്നത്. അതിനാൽ നിങ്ങൾ കടത്തെ ആകർഷിക്കും. കടം തനിയെ തിരിച്ചടയ്ക്കുന്ന ഏതെങ്കിലും പദ്ധതി ഏർപ്പാടാക്കുക. എന്നിട്ട് സമ്പൽ സമൃദ്ധിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ഒരുപാട് ബില്ലുകൾ കൊടുത്തു തീർക്കാനുണ്ട്, എങ്ങനെ കൊടുക്കും എന്നൊരു പിടിയും കിട്ടുന്നില്ല എന്ന അവസ്ഥയിൽ നിങ്ങൾ ആ ബില്ലുകളിൽ മനസ്സ് കേന്ദ്രീകരിക്കരുത്. അങ്ങനെ ചെയ്താൽ കൂടുതൽ ബില്ലുകളെ ആകർഷിച്ചു വരുത്തുകയാവും ഫലം. ഈ ബില്ലുകളൊക്കെ ഇരിക്കെ തന്നെ സമ്പൽ സമൃദ്ധിയിൽ മനസ്സ് കേന്ദ്രീകരിക്കാൻ കഴിയുന്ന ഒരു വഴി നിങ്ങൾ കണ്ടെത്തണം. കൂടുതൽ നല്ല കാര്യങ്ങൾ നിങ്ങളിലേക്ക് വരുത്താനായി നിങ്ങൾ സുഖാനുഭൂതി അനുഭവിക്കാനുള്ള വഴി കണ്ടെത്തണം. ജെയിംസ് റേ. പലരും പലപ്പോഴും എന്നോട് പറയാറുണ്ട്, അടുത്ത വർഷം എൻ്റെ വരുമാനം ഇരട്ടിയാക്കണമെന്ന്. പക്ഷേ പിന്നീട് അവർ ആ ആഗ്രഹം സാധ്യമാക്കാൻ വേണ്ട പ്രവൃത്തികൾ ചെയ്യുന്നില്ല. പിന്നെ അവർ നേരെ പിന്തിരിയും. എന്നിട്ട് പറയും, അതൊന്നും എനിക്ക് വഹിക്കാൻ കഴിയുന്നതല്ല. സംഭവിക്കുന്നത് എന്തായിരിക്കും? താങ്കളുടെ ആഗ്രഹം എനിക്കുള്ള കൽപ്പനയാണ് എന്നത് തന്നെ. എനിക്കത് സാധിക്കില്ല എന്ന വാക്കുകൾ നിങ്ങളുടെ നാവിൽ നിന്ന് വീണ്ടിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അത് മാറ്റുവാനുള്ള ശക്തി നിങ്ങൾക്കുണ്ട്. ആ ചിന്ത മാറ്റി പകരം എനിക്കത് സാധിക്കും, ഞാനത് വാങ്ങും എന്ന ചിന്ത കൊണ്ടുവരിക. തത്തയെപ്പോലെ അത് വീണ്ടും വീണ്ടും പറയുക. അടുത്ത 30 ദിവസത്തേക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്ത് കണ്ടാലും എനിക്കത് വാങ്ങാൻ കഴിയും, ഞാനത് സ്വന്തമാക്കും എന്ന് സ്വയം പറയും എന്ന് നിങ്ങൾ തീരുമാനിക്കണം. നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വസ്ത്രങ്ങൾ കണ്ടാൽ ഒരു വിനോദയാത്രയെക്കുറിച്ച് ആലോചിച്ചാൽ എനിക്കത് സാധിക്കുമെന്ന് പറയുക. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നിങ്ങൾ സ്വയം ദിശ മാറ്റുകയാണ്. പണത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ ചിന്തകൾ കുറെ കൂടി സുഖമുള്ളവയാവും. നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നേടാൻ നിങ്ങൾക്ക് കഴിയും എന്ന് നിങ്ങൾ സ്വയം ബോധ്യപ്പെടുത്തും. അങ്ങനെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ചിത്രം മാറും. ലിസ നിക്കോൾസ്. നിങ്ങൾ ഇല്ലായ്മയിലും ദാരിദ്ര്യത്തിലും മനസ്സ് കേന്ദ്രീകരിക്കുകയും കുടുംബത്തിൽ അതിനെ ചൊല്ലി ക്ഷോഭിക്കുകയും സുഹൃത്തുക്കളോട് ഇത് ചർച്ച ചെയ്യുകയും ചെയ്താൽ മക്കളോട് നമുക്ക് അത്രയൊന്നും കഴിവില്ല, അതൊന്നും നമുക്ക് വാങ്ങാൻ സാധിക്കില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നാൽ ഒരിക്കലും നിങ്ങൾക്ക് അവ സ്വന്തമാക്കാൻ കഴിയില്ല. കാരണം നിങ്ങൾ ഇല്ലായ്മയുടെ അവസ്ഥയെയാണ് ആകർഷിക്കുന്നത്. നിങ്ങൾക്ക് സമൃദ്ധി വേണമെങ്കിൽ, ഐശ്വര്യം വേണമെങ്കിൽ സമൃദ്ധിയിലും ഐശ്വര്യത്തിലും മനസ്സ് കേന്ദ്രീകരിക്കുക. ദൃശ്യമായിട്ടുള്ള സമ്പത്തെല്ലാം ഏത് അലൗകിക പദാർത്ഥത്തിൽ നിന്ന് വരുന്നുവോ അതൊരിക്കലും ശൂന്യമാകുന്നില്ല. അതെപ്പോഴും നിങ്ങളോടൊപ്പമുണ്ട്. നിങ്ങൾക്ക് അതിലുള്ള വിശ്വാസത്തോടും അതിൽ നിന്ന് നിങ്ങൾ ആവശ്യപ്പെടുന്നതിനോടും അത് പ്രതികരിക്കും. ചാൾസ് ഫിൽമോർ. 1854-1948. ഇപ്പോൾ രഹസ്യം നിങ്ങൾ അറിഞ്ഞു. ഇനി വളരെ ധനികനായ ഒരാളെ കണ്ടാൽ നിങ്ങൾക്കറിയാം അയാളുടെ മനസ്സിലെ പ്രബലമായ ചിന്ത സമ്പത്തിനെ കുറിച്ചായിരിക്കും, ദാരിദ്ര്യത്തെക്കുറിച്ചല്ല. അയാൾ ബോധപൂർവമോ അല്ലാതെയോ സമ്പത്തിനെ അയാളിലേക്ക് വിളിച്ചടുപ്പിക്കുകയായിരുന്നു. അത്തരക്കാർ മനസ്സിനെ സമ്പത്തിനെക്കുറിച്ചുള്ള ചിന്തകളിൽ കേന്ദ്രീകരിച്ച് പ്രപഞ്ചം സമ്പത്ത് അവരിൽ എത്തിക്കാനായി വ്യക്തികളെയും സാഹചര്യങ്ങളെയും സംഭവങ്ങളെയും ചലിപ്പിച്ചു. അവർക്കുള്ള സമ്പത്ത് നിങ്ങൾക്കുമുണ്ട്. നിങ്ങളും അവരും തമ്മിലുള്ള ഒരേ ഒരു വ്യത്യാസം അവരുടെ മനസ്സിലെ ചിന്തകൾ സമ്പത്തിനെ അവരിലേക്ക് കൊണ്ടുവരാനുള്ള ചിന്തകളായിരുന്നു. നിങ്ങളുടെ സമ്പത്ത് അദൃശ്യമായി നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. അതിനെ പ്രത്യക്ഷമാക്കുവാൻ മനസ്സിൽ സമ്പത്ത് എന്ന ചിന്ത നിറയണം. ഡേവിഡ് ഷിർമർ.
ഈ രഹസ്യം ഞാൻ ആദ്യം മനസ്സിലാക്കുന്ന സമയത്ത് എനിക്ക് തപാലിൽ ഒരുപാട് ബില്ലുകൾ വരാറുണ്ടായിരുന്നു. ഇതൊക്കെ എങ്ങനെ കൈകാര്യം ചെയ്യും എന്ന് ഞാൻ ആലോചിച്ചിരുന്നു. ആകർഷണ തത്വം അനുസരിച്ച് നിങ്ങൾ എന്തിൽ മനസ്സ് കേന്ദ്രീകരിക്കുന്നുവോ അത് നിങ്ങൾക്ക് കിട്ടും. എനിക്ക് ഒരു ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ആണ് കിട്ടിയത്. അതിലെ തുക മായ്ച്ചു കളഞ്ഞ് മറ്റൊരു തുക ഞാൻ അവിടെ എഴുതി ചേർത്തു. ബാങ്കിൽ എത്ര തുക കാണണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നുവോ ആ തുകയാണ് ഞാൻ എഴുതി വെച്ചത്. തപാലിൽ ചെക്കുകൾ വരുന്നതായി മനസ്സിൽ കണ്ടാൽ എന്താകും എന്ന് ഞാൻ ആലോചിച്ചു. തപാലിൽ ഒരു കെട്ട് ചെക്കുകൾ എനിക്ക് കിട്ടിയതായി ഞാൻ മനസ്സിൽ കണ്ടു. ഒരൊറ്റ മാസത്തിനുള്ളിൽ കാര്യങ്ങളാകെ മാറി. അത്ഭുതം തന്നെയാണത്. ഇപ്പോൾ തപാലിൽ ചെക്കുകൾ ആണ് എനിക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഇടയ്ക്ക് ചില ബില്ലുകളും ഉണ്ടാവും. പക്ഷേ അതിനേക്കാൾ എത്രയോ അധികമാണ് കിട്ടുന്ന ചെക്കുകൾ. രഹസ്യം ചലച്ചിത്രം റിലീസ് ചെയ്ത ശേഷം ഞങ്ങൾക്ക് നൂറുകണക്കിന് കത്തുകൾ കിട്ടാറുണ്ട്. അവയിൽ പലതിലും പറയുന്നത് ഈ ചിത്രം കണ്ടതിന് ശേഷം അപ്രതീക്ഷിതമായി തപാലിൽ ചെക്കുകൾ കിട്ടിയ അനുഭവങ്ങളാണ്. അങ്ങനെ സംഭവിക്കാൻ കാരണം അവരെല്ലാം ഡേവിഡിന്റെ ഈ സംഭവ കഥയിൽ മനസ്സ് കേന്ദ്രീകരിക്കുകയായിരുന്നു. അത് അവർക്ക് ചെക്കുകൾ വന്നു ചേരാൻ കാരണമായി. മുന്നിൽ കുമിഞ്ഞുകൂടുന്ന ബില്ലുകളിൽ നിന്ന് എൻ്റെ ചിന്തകളെ മാറ്റുവാനായി ഞാൻ ഒരു രസകരമായ കളിയുണ്ടാക്കി. ഈ ബില്ലുകളെല്ലാം യഥാർത്ഥത്തിൽ ചെക്കുകളാണ് എന്ന് ഞാൻ ഭാവിക്കും. അവ തുറന്നു നോക്കി സന്തോഷം കൊണ്ട് തുള്ളിച്ചാടും. അമ്മേ, എനിക്കിതാ പണം കിട്ടി, നന്ദി എന്ന് ഉറക്കെ വിളിച്ചു പറയും. ഓരോ ബില്ലും കയ്യിലെടുത്ത് അതൊരു ചെക്കാണ് എന്ന് ഞാൻ സങ്കല്പിക്കും. അതിലെ തുകയിൽ കുറേ പൂജ്യങ്ങൾ ചേർത്ത് കൂടുതൽ വലിയ തുകയാക്കും. ഒരു ചെറിയ കുറിപ്പ് പുസ്തകം എടുത്ത് പേജിന്റെ ഏറ്റവും മുകളിൽ എനിക്ക് കിട്ടിയിരിക്കുന്നു എന്ന് എഴുതി വെക്കും. അതിന് താഴെ ബില്ലുകൾ ഓരോന്നായി എടുത്ത് അതിലെ സംഖ്യകൾ കൂട്ടിച്ചേർത്ത പൂജ്യങ്ങൾ സഹിതം ഒരു പട്ടികയായി എഴുതി വെക്കും. ഓരോ സംഖ്യയുടെയും നേരെ നന്ദി എന്നെഴുതി വെക്കും. ആ തുകകൾ കിട്ടിയതിനുള്ള കൃതജ്ഞതയുടെ വികാരം മനസ്സിൽ അനുഭവിക്കും. അപ്പോൾ എൻ്റെ കണ്ണിൽ കണ്ണീർ പൊടിഞ്ഞിരുന്നു. പിന്നെ ഓരോ ബില്ലും എടുക്കും. എനിക്ക് കിട്ടിയ തുകകളുമായി താരതമ്യം ചെയ്യുമ്പോൾ അതെല്ലാം വളരെ നിസ്സാര സംഖ്യകളാണ്. ആ ബില്ലുകളെല്ലാം ഞാൻ കൃതജ്ഞതയോടെ കൊടുത്തു തീർക്കും. അതൊരു ചെക്കാണെന്ന വികാരം ശരിക്കും മനസ്സിലുണ്ടായി കഴിഞ്ഞാലേ ഞാൻ ബില്ലുകൾ തുറന്നു നോക്കാറുള്ളൂ. അവ ചെക്കുകളാണെന്ന് സ്വയം ബോധ്യപ്പെടുത്താതെ ഞാൻ അവ തുറന്നാൽ എൻ്റെ വയറ്റിൽ എന്തോ ഒരു കലങ്ങിമറിച്ചിലുണ്ടാകുന്ന പോലെ തോന്നും. എനിക്കറിയാം, എൻ്റെ വയറ്റിൽ ആ കലങ്ങിമറിച്ചിലുണ്ടായാൽ അത് അതിശക്തമായി കൂടുതൽ ബില്ലുകൾ കൊണ്ടുവരും. കൂടുതൽ പണം എൻ്റെ ജീവിതത്തിലേക്ക് വരണമെങ്കിൽ ആ വികാരം മായ്ച്ചു കളഞ്ഞ് ആഹ്ലാദത്തിൻ്റെ വികാരം പകരം കൊണ്ടുവരണമെന്ന് എനിക്കറിയാം. ഒരു കുന്നു ബില്ലുകൾക്ക് മുൻപിൽ ഈ കളി ശരിക്കും വിജയിച്ചു. എൻ്റെ ജീവിതം തന്നെ മാറി. ഇതുപോലെ പല കളികളും നിങ്ങൾക്ക് സൃഷ്ടിക്കാം. നിങ്ങൾക്ക് ശരിക്കും ഫലം ചെയ്യുന്നത് എന്താണെന്ന് നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാവുന്ന തോന്നലിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. നിങ്ങൾ അത് കൃത്രിമമായി ഭാവിക്കുമ്പോൾ യഥാർത്ഥ ഫലം അതിവേഗം നിങ്ങൾക്ക് കിട്ടും. ലോറൽ ലാങ്മെയർ, ധനതന്ത്ര ശാസ്ത്രജ്ഞ, പ്രാസംഗിക, കോർപ്പറേറ്റ് വ്യക്തിത്വ വികസന പരിശീലക. പണമുണ്ടാക്കണമെങ്കിൽ കഠിനാധ്വാനം ചെയ്യണം എന്ന് കേട്ടിട്ടാണ് ഞാൻ വളർന്നത്. ഇപ്പോൾ ഞാനത് മാറ്റി. പണം വളരെ എളുപ്പത്തിലും സുലഭമായും വരുമെന്നാക്കി. ആദ്യം കേൾക്കുമ്പോൾ ഇത് നുണയാണെന്ന് തോന്നും, അല്ലേ? നിങ്ങളുടെ തലച്ചോറിൻ്റെ ഒരു ഭാഗം പറയുന്നുണ്ടാവും നുണയൻ. അത് വളരെ പ്രയാസമാണ്. ഈ കൊച്ചു ടെന്നീസ് കളി കുറച്ച് സമയം തുടരും. പണം ഉണ്ടാക്കണമെങ്കിൽ ശരിക്കും കഠിനാധ്വാനം ചെയ്ത് കഷ്ടപ്പെടണം എന്ന ചിന്ത നിങ്ങൾക്കുണ്ടെങ്കിൽ ഉടൻ തന്നെ ആ ചിന്ത ഉപേക്ഷിക്കുക. അങ്ങനെ ചിന്തിക്കുമ്പോൾ ആ രീതിയിലുള്ള തരംഗങ്ങളാണ് നിങ്ങൾ പ്രസരിപ്പിക്കുക. അവ നിങ്ങളുടെ ജീവിതാനുഭവങ്ങളായി തിരിച്ചു വരികയും ചെയ്യും. അതുകൊണ്ട് ലോറൽ ലാങ്മെയറുടെ ഉപദേശം സ്വീകരിക്കൂ. നിങ്ങളുടെ ചിന്തകളെ പണം വളരെ എളുപ്പത്തിലും സുലഭമായും വരും എന്നതിലേക്ക് മാറ്റുക. ഡേവിഡ് ഷിർമർ, സമ്പത്ത് സൃഷ്ടിക്കുന്ന കാര്യമെടുക്കുക. സമ്പത്ത് എന്നത് ഒരു മാനസികാവസ്ഥയാണ്. അത് നിങ്ങൾ എങ്ങനെ ചിന്തിക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും. ലോറൽ ലാങ്മെയർ, ഞാൻ പരിശീലനം നൽകുന്നവരിൽ 80% പേരുടെ കാര്യത്തിലും അവരുടെ മാനസികാവസ്ഥയും അവർ ചിന്തിക്കുന്ന രീതിയും ആയിരുന്നു പ്രധാന വിഷയം. നിങ്ങൾക്കത് ചെയ്യാൻ കഴിയും, പക്ഷെ എനിക്കത് കഴിയില്ല എന്ന് ആളുകൾ പറയുമ്പോൾ അത് എനിക്ക് മനസ്സിലാകും. ആളുകൾക്ക് പണവുമായുള്ള അവരുടെ ബന്ധവും പ്രതിപ്രവർത്തനവും മാറ്റാനുള്ള കഴിവുണ്ട്. നിങ്ങളെ വിശ്വസിപ്പിക്കാൻ പഠിപ്പിച്ച കാര്യങ്ങളെക്കാൾ പ്രധാനം നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങളാണ് എന്ന് നിങ്ങൾ തീരുമാനിക്കുന്ന നിമിഷം മുതൽ സമൃദ്ധിയിലേക്കുള്ള നിങ്ങളുടെ പ്രയാണത്തിൽ നിങ്ങൾ അടുത്ത ഗിയറിലേക്ക് മാറുകയാണ് എന്നതാണ് സന്തോഷകരമായ കാര്യം. വിജയം നിങ്ങളുടെ ഉള്ളിൽ നിന്നാണ് വരിക, പുറത്തു നിന്നല്ല. റാൽഫ് വാൻഡോ എമേഴ്സൺ, 1803-1882. പണത്തെ നിങ്ങളിലേക്ക് ആകർഷിക്കണമെങ്കിൽ മനസ്സിൽ പണത്തെക്കുറിച്ചുള്ള സുഖാനുഭവം ഉണ്ടാവണം. ആളുകൾക്ക് ആവശ്യത്തിന് പണമില്ലാത്ത അവസ്ഥയിൽ പണത്തെക്കുറിച്ച് സുഖാനുഭവം ഉണ്ടാവില്ല എന്നത് മനസ്സിലാക്കാവുന്ന കാര്യമാണ്. പക്ഷേ പണത്തെക്കുറിച്ചുള്ള ആ വിപരീത ചിന്തകളാണ് കൂടുതൽ പണം നിങ്ങളിലേക്ക് വരുന്നതിനെ തടയുന്നത്. നിങ്ങൾ ആ ആവൃത്തി അവസാനിപ്പിക്കണം. അതിന് നിങ്ങൾ പണത്തെക്കുറിച്ചുള്ള ചിന്തയിൽ സന്തോഷം അനുഭവിക്കാൻ തുടങ്ങണം. ഇപ്പോൾ നിങ്ങൾക്കുള്ള കാര്യങ്ങളെക്കുറിച്ച് മനസ്സിൽ കൃതജ്ഞത തോന്നണം. എനിക്ക് ആവശ്യത്തിലധികം പണമുണ്ട്, സമൃദ്ധമായി പണമുണ്ട്, അത് എൻ്റെ അടുക്കലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പണത്തെ ആകർഷിക്കുന്ന കാന്തമാണ്. ഞാൻ പണത്തെ സ്നേഹിക്കുന്നു. പണം എന്നെയും സ്നേഹിക്കുന്നു. എല്ലാ ദിവസവും എനിക്ക് പണം കിട്ടിക്കൊണ്ടേയിരിക്കുന്നു. നന്ദി, നന്ദി, നന്ദി എന്നെല്ലാം പറയുകയും ആ വികാരം അനുഭവിക്കുകയും വേണം.